കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ ബോസ്. ബോസ്, മീറ്റിംഗ് സാറിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. ഞാൻ അഡ്രസ്സ് സെൻഡ് ചെയ്യാം. ഓക്കെ, കാറിൻ്റെ കീ. റയാൻ, വരൂ വരൂ, തന്നെ കാത്തിരിക്കുമായിരുന്നു ഞാൻ. ഹലോ സാർ. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്രയൊക്കെ? കുഴപ്പമില്ല സാർ. സോറി കേട്ടോ, ഞാനൊന്ന് പെട്ടെന്ന് ലീവ് എടുത്തേ. അതാ തന്നോട് ഇങ്ങി വരാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല സാർ, സാറിനൊന്ന് കാണാൻ പറ്റിയല്ലോ. എനിക്കറിയാം തനിക്കൊന്ന് ടെൻഡർ കിട്ടാത്തതിന് നല്ല സങ്കടമുണ്ടെന്ന്. ചെറുതായിട്ട്. ഞാൻ ആ ടെൻഡറിന് വേണ്ടി രാവെന്നോ പകലൊന്നോ ഇല്ലാതെ അധ്വാനിച്ചതാ സാർ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചതാ അതെനിക്ക് എന്നെ കിട്ടുമെന്ന്. കിട്ടാത്തതിലൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എടോ, അന്ന് തനിക്ക് ആ ടെൻഡർ തരണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് യുനോ, ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ, അതൊരു കൊളാബല്ലേ. അപ്പോൾ ബാക്കിയുള്ളവരുടെ തീരുമാനം കൂടെ വേണ്ടേ? എനിക്ക് മനസ്സിലാവും സാർ. എടോ, താൻ ഈ സാറ് വിളിയൊന്ന് മതിയാക്കാവോ? കോൾ മീ ജെറാൾഡ്. കെട്ട് പ്രായത്തിൽ നിൽക്കുന്ന 4 പിള്ളേരുണ്ടെന്നേ ഉള്ളൂ. എനിക്കത്ര പ്രായമൊന്നുമില്ലടോ. ഓക്കെ. പറയാൻ ആക്ച്വലി ഈ പ്രോജക്റ്റ് എൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഇത് എൻ്റെ മോൾ ഇനിഷ്യേറ്റ് ചെയ്ത് നടത്തുന്ന പ്രോജക്റ്റാണ്. ഞാനുമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് എത്രത്തോളം വാല്യൂ ആണ് ഓരോരുത്തർ നൽകണതെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെയും ബോസ്, എൻ്റെ കമ്പനിയുടെ നെക്സ്റ്റ് ആയ അവളുമായിട്ടൊരു പ്രോജക്റ്റ്, അവളുടെ ഫസ്റ്റ് പ്രോജക്റ്റിൽ കൊളാബ് ചെയ്യണത് നീയാണ്. കൺഗ്രാജുലേഷൻസ്. പ്രോജക്റ്റ് ഫയൽസും മറ്റുള്ളതൊന്നും നോക്കുന്നില്ലേ അപ്പോൾ? നോ, മോളിൽ നിന്നുള്ള ഉത്തരവാണ് നീ തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യണമെന്ന്. സോ കൺഗ്രാജുലേഷൻസ്. ബട്ട് സാർ, തൻ്റെ കാലിബർ ഞാൻ അന്നേ മനസ്സിലാക്കിയതാണ്. അന്ന് ഞാൻ മാത്രം തീരുമാനമെടുത്താൽ മതിയായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ ടെൻഡർ തനിക്കുള്ളതായിരുന്നു. ഞാനത് അവളോട് പറയുകയും ചെയ്തു. സോ കിട്ടിയതിനെ 2 കൈ നീട്ടി സ്വീകരിക്കടോ. തൻ്റെ കാലിബറിന് തന്ന സമ്മാനമായത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്തിനാ എന്നെ താങ്ക് ചെയ്യണേ? തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണോ ഇത്? താനയച്ച ഡ്രാഫ്റ്റ് ഞാനും അവൾ ഒരുമിച്ചിരുന്നാ വായിച്ചേ. അപ്പോൾ തന്നെ അവൾ നിന്നെ സെലക്ട് ചെയ്തു. വേറെ ആരെയും നോക്കിയത് പോലുമില്ല. ഓക്കെ സാർ, അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകണം. അതെന്താടോ, താനിന്ന് വന്നേയില്ലേ ഉള്ളൂ. തനിക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. താൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം തൻ്റെ മുഖത്ത് കാണാം. താനിന്നൊരു ദിവസം റെസ്റ്റ് എടുക്ക്. ഇല്ല സാർ, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാൻ ഇന്ന് തന്നെ തിരിച്ചെത്തുമെന്ന് വാക്ക് നൽകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓ അങ്ങനെ. എങ്കിൽ ശരി, താൻ പൊയ്ക്കോ. ഞാൻ ഇനിയും തന്നെ പിടിച്ചു നിർത്തുന്നില്ല. പിന്നെ കാണാം. പിന്നെ കാണാം. ഹലോ സാർ, അവരുടെ ഇപ്പോഴത്തെ പേര് കിട്ടിയിട്ടുണ്ട്. വാട്ട്, റിയലി? യെസ് സാർ, അവരുടെ ഇപ്പോഴത്തെ പേര് കിട്ടിയിട്ടുണ്ട്. തനിക്ക് ഉറപ്പുണ്ടോ അത് അവരാണെന്ന്? ഈ കാര്യത്തിൽ നമുക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ല. 100% ഷുവറാണ് സാർ. ശരി, അവരുടെ ബാക്കി ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചോ? സാർ, അതാണ് ഒരു കുഴപ്പം. അവരിപ്പോൾ വെൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അവരുടെ ഡീറ്റെയിൽസ് നന്നായിട്ട് അവർ മറച്ചിട്ടുണ്ട്. അതെടുക്കാനായിട്ട് കുറച്ച് ടൈം കൂടി വേണം. വാട്ട്? നിനക്കറിയാന്നുള്ളതല്ലേ, നമ്മുടെ കയ്യിൽ അത്രത്തോളം സമയമില്ല. ചന്ദ്രഗ്രഹണം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ്. ഫൈൻഡ് ഹിം ഫാസ്റ്റ്. വി ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ ബോസ്. വാട്ട് അബൌട്ട് ദ വിച്ച്? ഈ ചന്ദ്രഗ്രഹണത്തിന് ബലി നൽകാനുള്ള കന്യകയും ആത്മാവിനെ തിളയ്ക്കാനുള്ള പാത്രത്തെയും അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു.
ആ പോർട്ടൽ തടയണമെങ്കിൽ അവർ രണ്ടുപേരും ഒന്നായേ മതിയാവും. എത്രയും വേഗം അവനെ കണ്ടുപിടിക്കുക. ഓക്കെ ബോസ്, ഞാൻ കഴിയുന്നതിലും വേഗം കണ്ടെത്താം. വേർ ആർ യു ബോയ്? ഈ ലോകത്തിനെ തകർച്ചയിൽ നിന്ന് നിനക്ക് എനിക്ക് രക്ഷിക്കാൻ കഴിയൂ. ഹലോ റയാൻ സാറിന് എന്നെ മനസ്സിലായോ? ഐറിൻ, ഇന്നലെ ഒരൊറ്റ ദിവസത്തിലെ കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് താൻ എൻ്റെ ശബ്ദം കാണാതെ പിടിച്ചു. നിന്റെ ശബ്ദം എനിക്ക് പരിചിതമാണ് ഐറിൻ. കാന്തമെന്നോളം എന്നെ നിന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് നിന്റെ ഈ മാധുര്യമൂറുന്ന ശബ്ദമാണ്. റയാൻ, അതൊക്കെ പോട്ടെ, തനിക്കെൻ്റെ നമ്പർ എവിടെ നീട്ടി? അതൊക്കെ കിട്ടി. താനെന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് 12 മണിയായിട്ടും ആളെ കാണാനില്ലല്ലോ. ഓ, താൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്ക്. വന്ന് മുൻവാതിൽ തുറക്കടോ. ഓ, താൻ എന്നെ എത്രത്തോളം മിസ് ചെയ്തു? ഓടിക്കിതച്ചൊന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ. അല്ല, ഞാൻ താൻ വെയിറ്റ് ചെയ്യുന്നു കരുതി. ഓ, അങ്ങനെ. ഡോറ് ക്ലോസ് ചെയ്തോ? താൻ എന്നെ ഒരല്പം പോലും മിസ് ചെയ്തില്ലേ? നീ നിന്നെ എന്നെ
ഒന്ന് പോയി നോക്കിയേ. അതവിടെ കിടന്നടിക്കട്ടെ, എനിക്കൊന്നും മേല. അത്യാവശ്യമുള്ളവരാണെ ഫോണിൽ വിളിക്കും. ഒന്ന് പോയി നോക്കടാ. ഓ, ഇവളെയും കൊണ്ട് ഈ പാതിരാത്രി ആരാണാവും മനുഷ്യനെ ശല്യപ്പെടുത്താൻ? നീയും നാനും ഉറക്കത്തേക്കാണ്. എന്നാ ക്യൂട്ടാ. வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். ஆயுள் காலம் யாவும் அன்ப நீ. അലാൻ, കോൺസെൻട്രേറ്റ്. കൃതിക, ഒന്നെണീറ്റേ. എന്താ? എണീക്ക്. ഓ, ഇങ്ങേരം കൊണ്ട് എന്താ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഓ, ഈ പിള്ളേരെയും കൊണ്ട് കാണാനാണോ ഈ വീട് നിറച്ച് റൂം ഉണ്ടാക്കിയിട്ടിരിക്കണേ? എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? കേറി പോ മനുഷ്യ. കൃതി, എന്തോ? നമുക്കും നടക്കില്ല. ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മൂന്നാല് കുട്ടിയായിട്ട് ചെന്ന് കിടന്നുറങ്ങി. ഞാനെന്താ ഉറങ്ങാൻ പോവാ. ആ, നിന്റെ യോഗം. ഇനി പ്രത്യേകിച്ച് വ്യക്തിയെ ഭാഗം വെച്ച് ക്ഷണിക്കണോ? വേണ്ട, ഞാൻ വന്നോളാം.